ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ലോകമാസകലം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രൂക്ഷമായ കലാപമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഒരു വർഷം മുമ്പ് ബംഗ്ലാദേശിൽ മതമൗലികവാദികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന ഓമന പേരിട്ട് വിളിച്ചിരുന്ന കലാപം, ആ കലാപത്തെ തുടർന്നാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് പോവേണ്ടി വന്നത്. അവർക്ക് ഇന്ത്യ അഭയം കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത്. ആർക്കെതിരായിട്ടാണോ ബംഗ്ലാദേശ് രൂപം കൊണ്ടത്, അതേ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിലെ കലാപത്തിന് നേതൃത്വം കൊടുത്ത മതമൗലികവാദി പാർട്ടിയായ NCPയുടെ ഒരു നേതാവ്, വിദ്യാർത്ഥി സംഘടനാ നേതാവെന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്, അദ്ദേഹത്തെ അജ്ഞാതർ വെടിയേറ്റ് കൊല ചെയ്തിരുന്നു. ഇതിന്റെ പിറകിൽ ISI ആണെന്നാണ് പറയുന്നത്. ഇതുവരെ ഇയാളെ കൊല ചെയ്തത് ആരാണെന്ന് ബംഗ്ലാദേശിലെ സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിന്റെ പിറകിൽ ISI തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിയില്ല.